മദ്രസകളിൽ ഇനി ശ്രീരാമനും നിറയും. കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ശ്രീരാമന്റെ കഥകളാണ് എന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ്. ശ്രീരാമനെ കുറിച്ച് എല്ലാവരും പഠിക്കണം. അത് മതമോ വിശ്വാസമോ ഒന്നും ബാധിക്കുന്നതാകരുത്. അച്ഛനോടുള്ള പ്രതിബദ്ധത പാലിക്കാൻ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ഒരാൾ. ശ്രീരാമനെ പോലൊരു മകനെ ആരാണ് ആഗ്രഹിക്കാത്തത്? വനത്തിലേക്ക് പോകവേ രാമനെ അനുഗമിച്ച ലക്ഷ്മണനും സീതാദേവിയും അത്യധികം പ്രചോദനകരമാണ്. ശ്രീരാമനെ കുറിച്ചല്ല എങ്കിൽ മറ്റാരെക്കുറിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? സ്വന്തം അച്ഛനെ തടവിലാക്കി സ്വന്തം സഹോദരന്മാരെ കഴുത്തറുത്തു കൊന്ന ഒരു രാജാവിന്റെ കഥയാണോ നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് ഔറംഗസീബിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വിമർശിച്ചിരുന്നു. മദ്രസകളും പാഠ്യവിഷയവും എപ്പോഴും വിവാദം സൃഷ്ടിക്കുമ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ആധുനിക മദ്രസ ആരംഭിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ്. NCERT പാഠ്യപദ്ധതിക്ക് കീഴിൽ പൊതുവിദ്യാഭ്യാസം നൽകുന്ന അറബിക്ക് പുറമെ സംസ്കൃതവും ഐച്ഛിക വിഷയമായി എടുക്കാവുന്ന മദ്രസയാണിത്. ഭഗവാൻ ശ്രീരാമനെ കുറിച്ചുള്ള ഭാഗങ്ങളും ഇവിടെ പാഠ്യവിഷയം ആകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മദ്രസകളിൽ പുതിയ സിലബസിന്റെ ഭാഗമായി ഭഗവാൻ ശ്രീരാമന്റെ കഥ പഠിപ്പിക്കുമെന്ന് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ്. വഖഫ് ബോർഡിന് കീഴിൽ 117 മദ്രസകളുണ്ട്. ഡെറാഡൂൺ, ഹരിദ്വാർ, ഉധം സിംഗ് നഗർ, നൈനിറ്റാൾ ജില്ലകളിലെ മദ്രസകളിൽ ആദ്യം പുതിയ സിലബസ് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് നബിയുടെ ജീവിതത്തോടൊപ്പം ശ്രീരാമന്റെ ജീവിതകഥയും മദ്രസ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. ശ്രീരാമൻ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവരും പിന്തുടരേണ്ടതാണ്. മുസ്ലിം പുരോഹിതർ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അറബികളോ മംഗോളിയന്മാരോ അഫ്ഗാനികളോ അല്ല. ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെ മുസ്ലിങ്ങളാണ്. ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം സാംസ്കാരിക ബിംബങ്ങളെക്കുറിച്ച് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. ശ്രീരാമന്റെ അസ്തിത്വത്തിൽ ഹിന്ദുസ്ഥാൻ അഭിമാനിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ നേതാവായി കണക്കാക്കുന്നു എന്നാണ് 20-ാം നൂറ്റാണ്ടിലെ മുസ്ലിം തത്വചിന്തകനായ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത് എന്നും ഷംസ് പറഞ്ഞു. മദ്രസകളിൽ NCERT പുസ്തകങ്ങൾ അവതരിപ്പിക്കും. ഇത് ഹിന്ദുപക്ഷത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കുമുള്ള പിന്തുണയായാണ് വിലയിരുത്തപ്പെടുന്നത്. 50 ലക്ഷം രൂപ ചിലവിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം മോഡേൺ മദ്രസ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും മാർച്ചിൽ അടുത്ത അക്കാദമിക് സെഷൻ മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ് പറഞ്ഞു. ഡെറാഡൂണിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുസ്ലിം കോളനിയിലാണ് മദ്രസ സ്ഥിതി ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സംയോജിത വിദ്യാഭ്യാസത്തിനായി സമീപത്തെ മദ്രസകളിലെ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ വർഷ അവസാനത്തോടെ സംസ്ഥാനത്ത് 8 മുതൽ 10 വരെ മദ്രസകൾ നവീകരിക്കാൻ വഖഫ് ബോർഡ് പദ്ധതിയിട്ടിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറിയ മദ്രസകൾ മികച്ച സ്ഥലത്ത് ഒരു കേന്ദ്രമായി മാറ്റുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ മദ്രസകളിലെ വിദ്യാർത്ഥികൾ രാവിലെ NCERT പാഠ്യപദ്ധതിക്ക് കീഴിലുള്ള പൊതുവിഷയങ്ങൾ പഠിക്കുമെന്നും വൈകുന്നേരം ഖുറാൻ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസത്തിനായി നീക്കിവെക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭഗവാൻ രാമനെ കുറിച്ചുള്ള ഭാഗങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആധുനിക മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും യൂണിഫോമും പുസ്തകവും വഖഫ് ബോർഡ് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്കൃത അധ്യാപകരെയും ഉടൻ നിയമിക്കും. മദ്രസകളിലെ സിലബസ് നിർബന്ധമായും പരിഷ്കരിക്കാൻ മുഖ്യമന്ത്രി ആദിത്യനാഥ് എപ്പോഴും കർശനമായ നടപടികൾ സ്വീകരിക്കാറുണ്ട്. വെറും മതം മാത്രം പഠിപ്പിക്കാതെ സയൻസും കണക്കും സിലബസിന്റെ ഭാഗമാകണം എന്ന് യോഗി ആദിത്യനാഥ് കർശനമായി വാദിക്കും. UP-യിലെ മദ്രസകൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. അതിന് കാരണമാകുന്നത് യോഗിയുടെ തീരുമാനങ്ങളാണ്. UP-യിലെ മദ്രസ വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം നിറയ്ക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനവും ഏറെ ശ്രദ്ധേയമായിരുന്നു. യോഗി സർക്കാർ മതത്തിന്റെ പേരിൽ ഒരാളുടെയും വികാരം വ്രണപ്പെടുത്താതെയാണ് പല നീക്കങ്ങളും നടത്തുന്നത്. സംസ്ഥാനത്തെ മദ്രസകളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ദേശീയ ഗാനം ആലപിക്കണം എന്ന ഉത്തർപ്രദേശ് സർക്കാർ നിർബന്ധമാക്കിയിരുന്നു. അങ്ങനെ ദേശീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്നവയാണ് യോഗിയുടെ UP-യിലെ മദ്രസകൾ. 2022 മെയ് 9-ന് ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവ് പാസാക്കിയിരുന്നു. ഉത്തരവ് അനുസരിച്ച് ദേശീയ ഗാനത്തോടൊപ്പം മുൻപ് ആലപിച്ചിരുന്ന മതപരമായ പ്രാർത്ഥനകളോടെയാണ് മദ്രസകൾ തുടരുന്നത്. എല്ലാ അംഗീകൃത എയ്ഡഡ് അൺഎയ്ഡഡ് മദ്രസകളിലും ഈ ഉത്തരവ് ബാധകമാണ്. 2017-ലെ സ്വാതന്ത്ര്യദിനത്തിൽ UP മദ്രസ ബോർഡ് ദേശീയ ഗാനവും പതാക ഉയർത്തലും നിർബന്ധമാക്കിയിരുന്നു. അങ്ങനെ മദ്രസകൾ പുതുവെളിച്ചത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.